إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم الحمد لله رب العالمين. آمين آمين يا رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മുടെ സംഗമത്തിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ ഈ രാവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്തിനെയും സലാമിനെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും മുൻഗാമികളായ മഹത്തുക്കളെല്ലാം അവരുടെ ദീനി ദിനചര്യയുടെ ഭാഗമായി ഒരു ദിവസത്തിൽ നിർബന്ധ ബുദ്ധിയോടെ ചെയ്തിരുന്ന സൃഷ്ടികളോടുള്ള സ്നേഹവും സഹജീവികളോടുള്ള കാരുണ്യവും സഹോദരങ്ങളോടുള്ള ദയാവായ്പുമായി ഓരോ ദിവസവും പ്രവർത്തിച്ചിരുന്ന സേവന പ്രവർത്തന മേഖല, കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന മനുഷ്യർക്കുള്ള സാന്ത്വനം, ആ മേഖലയിലായി ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഈ സ്ഥാപനത്തിലെ സാധുക്കളായ അനാഥരായ തിരിച്ചറിവില്ലാതെ സാധാരണക്കാരെ പോലെ ജീവിത സുഖങ്ങളൊന്നും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം അനാഥ മനുഷ്യരുടെ അല്ലാഹുവിന്റെ അടുക്കൽ എന്നാൽ നിഷ്കളങ്കരായ കുട്ടികളെപ്പോലെ പരിഗണിക്കപ്പെടുന്ന പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യതകളെയും മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ സദസ്സിലേക്ക് എത്തിയ നിങ്ങളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നിയ്യാത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെല്ലാവരെയും ഇരുലോകവും വിജയിച്ച സജ്ജനങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സന്തോഷകരമായ ഖൈറായ ബർസഖി ജീവിതം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ ആഴ്ചയിലും വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞു ആഴ്ചയിൽ വസിയത്ത് ചെയ്യുന്ന ഓരോ ആളുകളെ നിയ്യാത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആര് കാരണമാണ് അവരെല്ലാം ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്നത്, അവർക്കും അല്ലാഹു ഇരട്ടിയിലധികം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള ഒന്നാമത് നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരൻ, നമ്മുടെ പരിസരവാസിയായ സഹോദരൻ മുഹമ്മദ് ഫൈസലിന്റെ മാതാവ് അല്ലാഹുവിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ സഹോദരി അഹാന അസീം മുക്കുന്നൂര് പ്രത്യേകം അവരുടെ മാതാവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ സുലൈഖ ബീവി മരണപ്പെട്ടിട്ട് ഏതാനും ദിവസം മാത്രമാണ് ആയിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മാതാവിന്റെ ഖബറിനെ പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗാവകാശങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാർ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് വിജയികളോടൊപ്പം വിളിക്കപ്പെടുന്ന സജ്ജനങ്ങളോടൊപ്പമുള്ള മാതാക്കളിൽ അല്ലാഹു ആ ഉമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മക്കൾ ഓരോരുത്തരും ചെയ്ത മുഴുവൻ നന്മകളുടെയും മിഥില സവാബ് അല്ലാഹുർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനം വളരെയധികം സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോവുക. ഈ സാഹചര്യത്തിൽ സ്ഥാപനത്തിലെ അന്തേവാസികളായ ഇൻമേറ്റ്സിനും അതുപോലെ സമൂഹത്തിലെ ദരിദ്രരായ പാവങ്ങളായ മനുഷ്യർക്കും ഏറ്റവും അനിവാര്യമായ ഫിസിയോതെറാപ്പിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി കുറച്ച് ഉപകരണങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. 2-3 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന അതിലേക്ക് ഉപകരിക്കുന്ന നിലയിൽ 15,000 രൂപയോളം സംഭാവന അദ്ദേഹം നൽകി. അല്ലാഹു അദ്ദേഹത്തിന് സ്വീകരിക്കുമാറാകട്ടെ. ആ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കപ്പെടുമ്പോളം കാലം ജാരിയായ സ്വതക്കയോടൊപ്പം ഉൾപ്പെടുത്തപ്പെട്ട് ആ മാതാവിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അവരൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാൻ കാരണക്കാരനായ നമ്മുടെ അയൽവാസിയായ സഹോദരൻ ഷിഹാബുദ്ദീൻ സാഹിബ് ഒരുപാട് കാലമായി നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ സഹകാരിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ജീവിത അഭിവൃദ്ധിയും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖൈറാത്തുകളും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ എന്റെ ഭാര്യയുടെ നാട്ടുകാരൻ കൂടിയായ അരുവിക്കര ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന അബ്ദുൽ ഹക്കീം സാഹിബ് അല്ലാഹു അദ്ദേഹത്തിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സംരംഭങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രത്യേകമായി നിയ്യത്ത് ചെയ്തിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തെ ഉന്നതമായ സ്വർഗം ലഭിക്കപ്പെടുന്ന ജന്നാത്തുൽ ഫിർദൗസിന്റെ അഅ്ലാ ദറജയിൽ എത്തിക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ ആ കുടുംബാദികളെ മുഴുവനെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ജീവിതം അല്ലാഹു അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവട മാർഗത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ഷർറുകൾ ബലാ മുസീബാത്തുകൾ
വിഷമതകളുണ്ട്, അതിനൊക്കെ അള്ളാഹു മാറ്റി ഹൈറായ വളർച്ച അള്ളാഹു കൊടുക്കട്ടെ. ഇതിന്റെ ലാഭവിഹിതം ദീനിന്റെ മാർഗത്തിൽ ഉമ്മത്തിന് ഉപകരിക്കുന്ന നിലയിലൊക്കെ ചെലവഴിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ ദീനിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു ദൈവത്തിന് വളർച്ചയും ഉയർച്ചയും പുരോഗതിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവനന്തപുരം സിറ്റിയിലും പരിസരങ്ങളിലൊക്കെയായി ഇറാനി ഹോട്ടൽ എന്ന ഒരുപാട് സ്ഥാപന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സഹോദരൻ അള്ളാഹു അവരെ സംരംഭങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ സഹോദരി ഷൈല ബീവി ക്യാൻസർ രോഗബാധിതയാണ്. അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സ്ഥാപനത്തിലെ സാധുക്കളായി മക്കളുടെ ദുആയിൽ അള്ളാഹു അവരെ എപ്പോഴും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ രോഗം അള്ളാഹു ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന വേദനയ്ക്ക് അള്ളാഹു പരിപൂർണമായ ശമനം കൊടുക്കട്ടെ. ഇത്രയും വേഗം ആഫിയത്തുള്ള ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് അള്ളാഹു അവരെ മടക്കുമാറാകട്ടെ. ആ കുടുംബത്തിന്റെ വിഷമത്തിന് അള്ളാഹു ഖൈറായ പരിഹാരം കൊടുക്കുമാറാകട്ടെ. ഇവിടെ മകൾ നൂഹ മറിയത്തിന്റെ 5ാമത്തെ പിറന്നാളാണ്. അള്ളാഹു ആ കുട്ടിക്ക് നല്ല ഭാവി കൊടുക്കട്ടെ. മാതാപിതാക്കളും കുടുംബാദികളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ സ്വാലിഹാത്തുകൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ, ഹാഫിളാത്തുകൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. മാതാപിതാക്കൾക്കും നാടിനും സമൂഹത്തിനും ഒക്കെ ഉപകരിക്കുന്ന സ്വാലിഹാത്തുകളായ മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ആ കുട്ടിയും വളർത്തുമാറാകട്ടെ. അതുപോലെ കണിയാപുരം സഫീന എന്ന സഹോദരി, അവരുടെ മകൻ ആദിൽ മുഹമ്മദ് മെഡിസിൻ അഡ്മിഷനായി പഠിക്കുന്നു. മെഡിസിൻ അഡ്മിഷൻ ആയിട്ടുണ്ട്. പഠന പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ സഹോദരിയുടെ മകൾ ദിനയ്ക്ക് മെഡിസിൻ അഡ്മിഷൻ ലഭിക്കുന്നതിനും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടും ദുആ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തൊക്കെ കൊടുക്കുമാറാകട്ടെ. ഈ പറഞ്ഞ 2 മക്കളുടെയും വിദ്യാഭ്യാസ മേഖലയിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വളർച്ചയും ഉയർച്ചയും പുരോഗതിയും കൊടുക്കട്ടെ. ഹൈറായ നിലയിൽ ഉമ്മത്തിന് ഉപകരിക്കുന്ന നിലയിൽ ചികിത്സകൾ ചെയ്യാൻ ഉപകരിക്കുന്ന നല്ല ചികിത്സകരായ അള്ളാഹുവിനെ കബൂൽ ചെയ്യട്ടെ. അതിനുപകരിക്കുന്ന വഴിയിലേക്ക് അള്ളാഹുവിനെ എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെ പഠന മേഖലയെ അള്ളാഹു ബറക്കത്തിലാക്കി കൊടുക്കട്ടെ. അവർ നിയത്ത് ചെയ്ത എല്ലാ വിഷയങ്ങളെയും അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ബാലരാമപുരത്ത് വന്നിട്ടുള്ള സഹോദരി സീനത്ത്, അവരുടെ മാതാവ് മരണപ്പെട്ടിട്ട് 10 ദിവസമാവുകയാണ്. അള്ളാഹു ആ മാതാവിനെ കബൂൽ ചെയ്യട്ടെ. ഉന്നതരായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ ആ മാതാവിനെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ മാതാവിന് വേണ്ടി മക്കളും കുടുംബാദികളും പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഖത്തം പൂർത്തിയാക്കിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. ആ ഖബറിനെ അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ വിജയികളെ വിളിക്കപ്പെടുന്നതോടൊപ്പം അള്ളാഹു വിളിക്കുമാറാകട്ടെ. മീസാനിന്റെ ത്രാസിൽ നന്മയുടെ ഭാരം അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി പരലോകം വിജയിപ്പിക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ മകന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ സഹോദരന് ഏറ്റവും ഖൈറായ നല്ല നിലയിൽ സ്വാലിഹത്തായ ഇണയെ കിട്ടി സന്തോഷകരമായ ദാമ്പത്യ കുടുംബ ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ വൈവാഹിക കുടുംബ ജീവിതം ഇപ്പോഴും അന്യമായി വിവാഹം നോക്കി നടന്ന് തളർന്ന എത്രയോ യുവതി യുവാക്കൾ, അവർക്ക് എല്ലാവർക്കും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ ആൺപെൺ ഇണകളെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. വൈവാഹിക ജീവിതത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അവർക്ക് അല്ലാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളെ കൊടുക്കട്ടെ. ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് കാലമായി നമ്മുടെ സ്ഥാപനത്തിനെ പല രൂപത്തിലും സഹായിക്കുന്ന നമ്മുടെ അയൽവാസി കൂടിയായി ഉരുപൈക മോഡൽ ബ്രെഡ് നടത്തുന്ന സജിൻ എന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെയും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു ഖൈർ കൊടുക്കുമാറാകട്ടെ. ഇവിടെ മരണപ്പെട്ടു പോയ പിതാവിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗാവകാശങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാർ അള്ളാഹു പെടുത്തട്ടെ. അമ്പിയാ മുർസലുകളോടൊപ്പം അള്ളാഹു വരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സ്ഥാപനം, കമ്പനി, അതിലെ സേവക തൊഴിലാളികൾക്കും മറ്റുമൊക്കെ അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. സ്വന്തം സ്ഥാപനത്തിനോട് എന്ന ആത്മാർത്ഥത അള്ളാഹുവർക്ക് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ട് ഷമീർ എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ അവരുടെ പിതാവിന് അള്ളാഹു പരലോകം ധന്യത നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. സ്വർഗാവകാശികൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരികളായ UAE പ്രവാസ ലോകത്ത് കഴിയുന്ന സഹോദരങ്ങളുടെ സ്കൂൾ സംരംഭത്തിനെ അള്ളാഹു ബറക്കത്തിലാക്കുമാറാകട്ടെ. എത്രയും വേഗം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഖൈറും ബറക്കാത്തും അവർക്ക് നമുക്കുമൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തിന്റെ സ്മരണകളിലേക്ക് മുസ്ലിം ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാടിന്റെ മുഴുവൻ ഭാഗങ്ങളിലും പ്രവാചക പ്രേമത്തിന്റെയും പ്രവാചക പ്രകീർത്തനങ്ങളുടെയും സദസ്സുകളും
മിലാദ് നബിയുടെ സംഗമങ്ങളും ഒക്കെ നടക്കുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാട് മുഴുവനും വിവിധങ്ങളായ ചർച്ചകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം ഓർമ്മയിലേക്ക് വന്ന് റബീഉൽ അവ്വലിനോടൊപ്പം മറന്നു പോകേണ്ട വ്യക്തിത്വമല്ല. ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിൽ, നിത്യ ജീവിതത്തിൽ 5 പ്രാവശ്യം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേര് നിങ്ങളും ചേർന്ന് ആവർത്തിക്കണമെന്ന കൽപ്പനയോടുകൂടി ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്നും വിളിക്കപ്പെടും, ഉയർന്ന് കേൾക്കപ്പെടുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാങ്ക് കേൾക്കുന്ന ഓരോ വചനത്തിനും നമ്മൾ ഇജാബത്ത് കൊടുക്കണം. അല്ലാഹു അക്ബർ കൂട്ടത്തിൽ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂട്ടത്തിൽ ഓരോ മുസ്ലിമും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കൂട്ടത്തിൽ നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ പറയാ? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് എന്ന പരിശുദ്ധ പ്രവാചകൻ അല്ലാഹുവിന്റെ തിരുദൂതനാണ്, അല്ലാഹുവിന്റെ തിരുദൂതനാണ്. ഇത് ഓരോ ദിവസവും 5 പ്രാവശ്യം നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ആവർത്തിക്കുകയാണ്. അതിനുശേഷം നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ വിളിക്കപ്പെടും. നമസ്കാരത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇഖാമത്ത്, അതേ മുഹമ്മദ് റസൂലുള്ളാഹ് ഇതേപോലെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. നമസ്കാരത്തിലേക്ക് കൈകെട്ടി കഴിഞ്ഞാൽ 14 ഫർളുകൾ നമ്മൾ പഠിച്ചു. അതിൽ ഖൗലിയായ ഫർളുണ്ട്, അതേപോലെ ശാരീരികമായി ചെയ്യേണ്ട ഫഅലിയായ ഫർളുകളുണ്ട്. ഇതിൽ ഖൗലിയായ ഫർള് എന്നാൽ നാവ് കൊണ്ട് ഉച്ചരിക്കലിലൂടെ അല്ലാതെ നിസ്കാരം പൂർത്തിയാക്കില്ല. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. ഈ ഫാത്തിഹ പോലെ പിന്നെ ഖൗലിയായ ഫർളുകളിൽപ്പെട്ട ഒന്നാണ് അത്തഹിയ്യാത്ത്. അതിന് ശേഷമുള്ളതാണ് അസ്സലാം. മുഹമ്മദ് റസൂലുള്ളാഹി, ലോകത്തിന്റെ തിരുദൂതർ, ഷഫീഉൽ മുദ്നിബീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് നമസ്കാരത്തിൽ നിർബന്ധമാണ്. എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരത്തിൽ, സുന്നത്തായ നമസ്കാരങ്ങളിൽ ഭൂരിപക്ഷ സമയത്തിലും ഒരു വിശ്വാസി അവന്റെ നമസ്കാരത്തിലെ ഇബാദത്തുകളിൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ നാമം ആവർത്തിച്ച് അയവിറക്കുകയും ഓർമ്മ പുതുക്കുകയും മനസ്സിലേക്ക് ഉറപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം, വിശ്വാസ ജീവിതം പൂർത്തിയാകാൻ 2 പാർട്ടുകളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 മുഹമ്മദ് റസൂലുള്ളാഹ്. ആരാധനക്കാരൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നൊരു മുസ്ലിം വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായ മുസ്ലിം ആവുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ ഒരാള് മുസ്ലിമേ ആകുന്നുള്ളൂ. അവൻ മുസ്ലിം ആകുന്നത് അതിന്റെ 2ാമത്തെ ഭാഗമായി മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി അവൻ അംഗീകരിക്കണമെന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കാരൻ അല്ലാഹുവല്ലാതെ ആരുമില്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അള്ളാഹയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിതരായ പ്രവാചകരാണ്. ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന, ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമില്ല, ഒരു മനുഷ്യനില്ല. 24 മണിക്കൂറും ആ നാമം ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ റസൂലിനെ അറിയാനും നിഷ്പക്ഷമായി സതുദ്ദേശത്തോടെ ശരിയായ പാതയിലൂടെ ആരാണ് റസൂൽ എന്നറിയാൻ ആഗ്രഹിച്ചു മുന്നോട്ട് നീങ്ങിയാൽ ശരിയായ രൂപത്തിൽ റസൂലിന്റെ അടുക്കലേക്ക് നമുക്ക് എത്താൻ കഴിയും. ആ റസൂലിനെ അറിയാൻ കഴിയാത്ത പോയവർ കഴിയുകയുമില്ല. വർഷങ്ങളോളം പ്രവാചക വിരോധിയായി, പ്രവാചക വിമർശകനായി കഴിഞ്ഞ അർണബ് വാണ്ടൂർ എന്ന് പറയുന്ന ഡെൻമാർക്കിലെ സിനിമാ നിർമ്മാതാവ് ഫിത്ന എന്ന സിനിമ പിടിച്ചു ലോകം മുഴുവൻ പ്രചരിക്കപ്പെടേണ്ട താമസം കോടാനുകോടി മനുഷ്യരാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. കറുത്തവനും വെളുത്തവനും, അമേരിക്കക്കാരനും കാപ്പിരിയും കരീബിയക്കാരനും ആഫ്രിക്കൻസും ലോകം മുഴുവനുമുള്ള അറബിയും അനറബിയും തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിനെതിരെ ഉയർന്ന ശബ്ദത്തിനെതിരെ അതിനേക്കാൾ ഉച്ചത്തിൽ ആവർത്തിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ ഉള്ളിലെ നേതാവാണെന്ന് ആവർത്തിച്ച് പറയാം. ഒരു വിമർശനങ്ങൾക്കും വകയില്ലാത്ത നേതാവാണ് എന്റെ ഹബീബ് എന്ന് മുസ്ലിമീങ്ങൾ ആവർത്തിച്ച് പറഞ്ഞപ്പോ 5.5 വർഷക്കാലം ഗൾഫ് രാജ്യത്ത് അറബികളോടൊപ്പം മുസ്ലിങ്ങളോടൊപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും ആയിരക്കണക്കായ മുസ്ലിങ്ങളോടൊപ്പം ഇടപെട്ട് കഴിയുമ്പോഴും ഈ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയ അർണബ് വാണ്ടൂർ പറഞ്ഞു, ഓ പ്രവാചകരെ, മദീന മുനവ്വറയിൽ പ്രവാചകന്റെ സവിധത്തിലേക്ക് എത്തി റൗള ശരീഫിന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് ഹബീബായ റസൂലുള്ളാഹിന്റെ ആ തിരു ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിന്റെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞുകൊണ്ട് കലിമത്തു ഷഹാദ പറഞ്ഞ് ദീൻ സ്വീകരിച്ചു വന്ന മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെ കുറിച്ച് അറിയാൻ ലോകം മുഴുവനും ഇളകേണ്ടി വന്നു. അങ്ങയുടെ അനുയായികൾ ഒരുപാട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്റെ സ്ഥിരം തൊഴിലായ സിനിമാ നിർമ്മാണത്തിൽ
ഞാൻ ലോകത്തെ ഒരുപാട് നേതാക്കളെ ആക്ഷേപിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, അവരെ നിരൂപണാത്മകമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അങ്ങയെ ഞാൻ ചിത്രീകരിച്ചു. ആ ചിത്രീകരണ ലോകം മുഴുവനും എത്തുമ്പോൾ അതേവരെയും എന്റെ അറിവിലുണ്ടായിരുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോ ചെറുപ്രായം മുതലേ എന്റെ മനസ്സ് ഞാൻ ജനിച്ചു വളർന്ന നാട് ഒക്കെ പ്രവാചക ഇസ്ലാമിക വിരോധത്തിന്റെ നാടാണ്. ഞാൻ പോയ ബാലപാഠം പഠിച്ച നഴ്സറി മുതൽ ഞാൻ വിദ്യാഭ്യാസം നേടിയ ഹൈസ്കൂളും കോളേജുകളും യൂണിവേഴ്സിറ്റിയിലും എല്ലാം കേട്ടതും അറിഞ്ഞതുമെല്ലാം പ്രവാചക വിരോധമാണ്, ഇസ്ലാം വിരോധമാണ് ഞാൻ കേട്ടത്. അങ്ങനെ വളർന്നു വന്ന ഞാൻ ഓരോ രായും പകലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിരപരാധികൾ ചിതറിത്തെറിക്കുന്ന ഭീകരാക്രമണങ്ങളും സ്ഫോടനങ്ങളും നടക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിനോട് ചോദിച്ചു, ഈ അക്രമം തടയാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്റെ മനസ്സുദിച്ച ഓർമ്മയും എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന എന്നെ കൊണ്ട് കഴിയുന്ന ഒരു പ്രതിരോധം, ഒരു സിനിമ നിർമ്മിക്കാം. ഈ പ്രവാചകനും ഇസ്ലാമും ഉന്മൂലനം ചെയ്യപ്പെട്ടാൽ ലോകം സമാധാനത്തിലാകും എന്നാണ് എന്റെ മനസ്സിനോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഒരു സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. എന്നാൽ ലോകത്തെ പല നേതാക്കളെയും വിമർശിച്ച നിരൂപിച്ച എന്റെ മുമ്പിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ലോകം ഇളകിമറിഞ്ഞ ശബ്ദമാണ് അങ്ങേക്ക് വേണ്ടി ഉയർന്നത്. അത് എന്നെ മാറി ചിന്തിപ്പിച്ചു, എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇത്രമാത്രം സ്വാധീനം ചെലുത്തപ്പെട്ട ഒരു വ്യക്തിത്വം ഈ ആളുകൾ പറയുന്നത് പോലെ ആയിരിക്കുമോ? അങ്ങ് അമേരിക്കയിലും അങ്ങേയറ്റം ആഫ്രിക്കയിലും ലോകം മുഴുവനും എവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ അവിടെ മുഴുവനുമുള്ള മനുഷ്യരും ഒന്നാകെ ഇളകുകയാണ്. ഇല്ല, നിങ്ങൾ പറയുന്നവരല്ല എന്റെ ഹബീബ്, നിങ്ങൾ പറയുന്നവരല്ല, സത്യം നിങ്ങൾ തിരിച്ചറിയണേ. ഇത് എന്നെ ചിന്തിപ്പിച്ചു റസൂലേ. അങ്ങയെ കുറിച്ച് പഠിക്കാൻ അറിയാൻ എനിക്ക് അവസരമുണ്ടായി. അങ്ങനെയാണ് ഞാൻ അങ്ങയുടെ സവിധത്തിലേക്ക് വന്നത്. ഇത്തരണത്തിൽ അങ്ങയോടും മാപ്പാക്കണം റസൂലല്ലാഹ്. അങ്ങയോട് ഞാൻ പൊരുത്തം ചോദിക്കുന്നു നബിയെ. ഹബീബായ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അവിടത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയൊരു അനുയായിയായി മാറിയെങ്കിൽ ആ ഹബീബായ റസൂലിനെ അറിയേണ്ടതുപോലെ അറിയാൻ ശ്രമിച്ച, ചരിത്രത്തിൽ ഇന്നേ വരെ ആ റസൂലിനെ തിരിച്ചറിയാൻ ശ്രമിച്ച ആളുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മത്തൻ ലിൽ ആലമീൻ. ആ ഹബീബായ റസൂലുള്ളാഹി, ആദരമായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി ഇത്രേ നമുക്ക് പറയേണ്ടിയുള്ളൂ. റസൂൽ ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹ് ആരാണ് എന്ന് ഖുർആൻ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു ആരാണ്? അൽഹംദുലില്ലാഹ്, സർവ്വ സ്തുതികീർത്തനങ്ങളും അല്ലാഹുവേ നിനക്കാകുന്നു. ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അല്ലാഹുവേ നിനക്കാകുന്ന സർവ്വ സ്തുതികീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെയും നിനക്കാണ് റബ്ബേ. അവിടെ അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്താൻ, അല്ലാഹ് ആരാണെന്ന് പരിചയപ്പെടുത്താൻ അല്ലാഹു പറയുന്നു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ, സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. ഇതേപോലൊരു പദപ്രയോഗം മറ്റൊരു ഭാഗത്ത് അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹിയോടൊപ്പമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഓ നബിയേ, അങ്ങയെ സർവ്വലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ല റസൂലേ. റഹ്മത്തൻ ലിൽ ആലമീൻ. ആലമീൻ, സർവ്വലോകത്തിന്റെ റഹ്മത്ത്. അല്ലാഹു റബ്ബുൽ ആലമീൻ, റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ രണ്ട് ആലമീനുകളും ബന്ധപ്പെട്ട് നിൽക്കുന്നത് അള്ളയിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ലോകം മുഴുവനും കണക്ട് ചെയ്ത് നിൽക്കുന്ന ലോകത്തിന്റെ മഹാപ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായി, സൃഷ്ടിപ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്ന പ്രവാചകരാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലിനെ അറിയാൻ, അടുക്കാൻ, അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ ആരെല്ലാം മനസ്സ് വെച്ച് അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അവരൊക്കെ നാളെ സ്വർഗ്ഗത്തിലേക്ക് എത്തും. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മതസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാളെ നബിയെ? ലോകാവസാനം എന്നാണ് നബിയെ? ആദരമായ റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനോട് ചോദിക്കുക, ഈ സ്വർഗം പിന്നെ ഖിയാമത്ത് നാള് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ചോദിച്ചു, ഖിയാമത്ത് നാളെ എന്നാണെന്ന് ചോദിക്കാൻ നീ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണോ? അതിനുവേണ്ടി വല്ല തയ്യാറെടുപ്പ് നടത്തി പോകാനുള്ള ഭാണ്ഡമൊക്കെ റെഡിയാക്കി തയ്യാറെടുത്ത് നിൽക്കുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. ഇല്ല, അഹബ്ബു നബിയെ, അങ്ങയെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു എന്നതിനപ്പുറം, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ച് എന്റെ അടുക്കൽ ഒന്നുമില്ല. അവിടുന്ന് അനുഗ്രഹീതമായ തിരുവചനത്തിൽ നിന്നും മറുപടി പ്രതിവചിക്കപ്പെട്ടു. എന്നാൽ നീ സ്നേഹിക്കുന്നവരോടൊപ്പം നീ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തും.
നീ സ്നേഹിക്കുന്നവരോടൊപ്പം, നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം. നിന്റെ അടുക്കൽ ഒന്നുമില്ല, ഒരുപാട് നിസ്കാരവും നോമ്പും ഒരുപാട് ഇബാദത്തും ഒന്നും എന്റെ അടുക്കലില്ല. ഞാൻ എന്റെ റസൂലിനെ ഇഷ്ടപ്പെടുകയാണ്. ഒരാള് താൻ ഏറ്റവും ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരാൾ മറ്റൊരാളെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടം പറയുന്ന വ്യക്തി ഏത് വിഷയത്തിലും തന്റെ ഇഷ്ടഭാജനം ആഗ്രഹിക്കുന്നതേ ചെയ്യും. ആ ഇഷ്ടഭാജനം, പ്രേമഭാജനത്തിന് ഇഷ്ടമല്ലാത്ത, ഹിതകരമല്ലാത്ത ഒന്നും ചെയ്യൂല. അതാണ് ഇഷ്ടം കൊണ്ടുള്ള ആ ബന്ധവും അതുകൊണ്ടുള്ള അതിന്റെ സാമൂഹിക സാധ്യതയും. അതാണ് അതരമായ റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഒരുപാട് മുഹബ്ബീങ്ങളായ ആളുകൾ ഈ ഉമ്മത്തിലൂടെ കടന്നുപോയി. മഹാനായ ഇമാമുൽ ബൂസരി റളിയല്ലാഹു തആല വലിയ രോഗബാധിതനായിരുന്നു. ഒരുപാട് രോഗങ്ങൾ ബാധിച്ചു വിഷമിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ വലിയ രോഗം ബാധിച്ചു, ചികിത്സകളെല്ലാം പരാജയപ്പെട്ടു. എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടു. എല്ലാ ഡോക്ടർമാരും കൈമലർത്തി. എവിടെയാണ് രക്ഷയും പരിഹാരം എന്നറിയാതെ വിഷമിച്ച് നടക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞു കൊടുക്കുക, താങ്കൾ നല്ലൊരു കവിയാണല്ലോ, നല്ല കവിയാണല്ലോ, അങ്ങൊരു കാര്യം ചെയ്, അങ്ങയുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങൊരു കവിത ആ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയിട്ട് കവിത രചിക്കുവാൻ അങ്ങ് നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്തിലായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു നോക്കി, ഇൻഷാ അള്ളാഹു നിങ്ങൾക്ക് രോഗശാന്തി തരുമെന്ന് പറഞ്ഞു. അള്ളാഹു നിങ്ങൾക്ക് രോഗശാന്തി തരും. ആ പ്രതീക്ഷയിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ ആ നിയ്യത്തിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയ്യത്ത് ചെയ്തുകൊണ്ട് റസൂലിന്റെ ഹദറത്തിലേക്ക്, ആ പ്രവാചകന്റെ സവിധത്തിലേക്ക് എത്തി. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഒരുപാട് പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി. റസൂൽ ആരാണ് എന്നറിഞ്ഞ് അടുക്കലേക്ക് എത്തുമ്പോഴാ അറിവിന്റെ അങ്ങേയറ്റം. അവസാനം അദ്ദേഹത്തിന്റെ അറിവിൽ ലഭിച്ച റസൂലിനെ കുറിച്ചുള്ള അറിവ് മുഴുവനും മനസ്സിലാക്കി കഴിയുമ്പോൾ അദ്ദേഹം പറയാ, ഞാൻ ഇത്രയും മനസ്സിലാക്കി ഈ മഹാപ്രപഞ്ചം, ഈ സ്നേഹ പ്രപഞ്ചമായ റസൂലെ അങ്ങയെ സാധാരണക്കാരായ മനുഷ്യർ കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്നാണല്ലോ വരിക. എന്നാൽ അങ്ങയെ എങ്ങനെയാണ് ഒറ്റ വാക്കിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയാം? ആകെ കുലങ്കശനായി ആശങ്കയിലെ എങ്ങനെയാണ് അങ്ങയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയാന്നുള്ള ആലോചന അവസാനം അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് റസൂൽ തന്നെ പറഞ്ഞു കൊടുത്തു. അതിന് അനുഗ്രഹീതമായ അങ്ങയുടെ ആ വരികൾ പൂർത്തിയാക്കാൻ ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ സർവ്വ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരാണ് റസൂൽ എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞെങ്കിൽ ആ റസൂലുള്ളാഹി തങ്ങളെ ആ രൂപത്തിൽ മനസ്സിലാക്കി അവസാനം പ്രവാചക സ്നേഹത്തിലൂടെ രോഗശാന്തി നേടി ഈ ലോകത്തോടെ യാത്രയായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിലെത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിലെ വിജയികളോടൊപ്പം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة.
اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. അർഹമ റഹീമായ ദയാലുവായ അല്ലാഹ്, കാരുണ്യവാനായ സ്നേഹനിധിയായ റഹ്മാനേ, അടിമകളോട് കരുണയുള്ള റബ്ബേ, നിന്റെ സൃഷ്ടികളോട് കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ രക്ഷിതാവേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഗമത്തിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളോദിയ നിന്റെ പരിശുദ്ധ ഖുർആൻ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളോദിയ സലാത്ത് സലാമുകളെ നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ ഹബീബായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാവനമായ ഹുജ്റ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, കഴിഞ്ഞു പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങളുടെ ഖബറിടങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നിന്നിലേക്ക് വന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ അഭിമന്യരായ ഉസ്താദുമാർ, നാളിതുവരെ ഞങ്ങളുടെ സഹായികളായി മാറിയവർ, വിശിഷ്യായി സ്ഥാപനത്തിന്റെ സഹകാരികളായി മാറിയവർ, പടച്ചവരെ, നിന്റെ അടുക്കലെത്തി അവരുടെ ഖബറിടങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്ത മുഴുവൻ നന്മകളുടെ വിഹിതം എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ ചാരിറ്റി വില്ലേജിന്റെ ഭാഗമായി ഇന്ന് ഏവരെ നടന്ന നിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, നിന്റെ അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, നിന്റെ സൃഷ്ടികളായ മനുഷ്യരോടുള്ള കരുണയുടെ പ്രവർത്തനങ്ങൾ, മിസ്ലെ സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത പുണ്യങ്ങളെ എല്ലാം നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു റഹ്മാനേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. പാപമോചനം നൽകണേ അല്ലാഹ്. പാപികളാണ് റബ്ബേ, ദോഷികളാണ് അല്ലാഹ്. നാളിതുവരെയുള്ള ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ, രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും നേവരെ ചെയ്തു പോയ പാപങ്ങൾക്ക് കണക്കില്ല അല്ലാഹ്. ഞങ്ങളുടെ നോട്ടവും കാഴ്ചയും കേൾവിയും സംസാരവും പാപങ്ങളായി പോയി റബ്ബേ. അല്ലാഹുവേ, മനസ്സുകൊണ്ട് ചിന്തിച്ച എത്രയോ പാപങ്ങൾ ഉണ്ടാകും റബ്ബേ. ഞങ്ങളുടെ അവയവങ്ങൾ പെട്ടുപോയ എത്രയോ പാപങ്ങളുണ്ട് റബ്ബേ. അതെല്ലാം നിന്റെ മുമ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ, നാളെ നിന്റെ അടുക്കലുള്ള വിചാരണയുടെ കോടതിയിലേക്ക് എത്തുമ്പോ അത് മുഴുവനും ഞങ്ങളുടെ മുമ്പിലേക്ക് നിവർത്തപ്പെടുമ്പോ അവിടെ പരാജിതരിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഭാഗ്യദോഷികള് ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ നേതാവിന്റെ, ഞങ്ങളുടെ നേതാവിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഇന്റെ മാസത്തിലായി പടച്ചവനെ, അവിടത്തേക്ക് ചെയ്ത സ്വലാത്തുകളെ സലാമുകളെ സ്വീകരിക്കണേ അല്ലാഹ്. ആ ഹബീബിന്റെ തൃപ്തിയും പൊരുത്തവും കരഗതമാക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വലാത്ത് സലാമുകൾ അവിടേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സലാമുകൾ ആ ഹുജ്റയിലേക്ക്, റൗളയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുന്ന് സലാം അടക്കപ്പെടുന്ന സജ്ജനങ്ങളെ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. പടച്ചവരെ, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹ്, ഈ പരിപാവനമായ മജ്‌ലിസിലേക്ക് ഈ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദുആയിൽ പ്രതീക്ഷയോടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങള്, സഹോദരിമാര്, കുടുംബങ്ങള്, വേണ്ടപ്പെട്ടവര്, വിവിധങ്ങളായ നിയാത്തുകളുമായി ആവശ്യങ്ങളുമായി വന്നവരുണ്ട് റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലോ. പടച്ചവനെ, 4 സഹോദര മനുഷ്യരെ പോലെ, സാധാരണക്കാരെ പോലെ ജീവിത സുഖങ്ങളൊന്നും അറിയാതെ
മൃഗതുല്യമായ ജീവിതം നയിക്കേണ്ടി വരുന്ന കുറെ മനുഷ്യർ നിന്റെ ദുനിയാവിൽ പരീക്ഷണാർത്ഥമുണ്ടല്ലോ റബ്ബേ. പടച്ചവനെ, അവർക്ക് നീ ആഖിറമാണല്ലോ നൽകുന്നത് റഹ്മാനെ. അല്ലാഹുവേ, അവരോട് കരുണ കാണിക്കുന്നവരെ നീ രക്ഷപ്പെടുത്തുമല്ലോ അല്ലാ. അവരോട് കരുണയുടെ തലോടൽ നടത്തുന്നവരെ നീ സ്വീകരിക്കുമല്ലോ റബ്ബേ. അല്ലാഹുവേ, അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ മുഴുവൻ ആളുകളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, അങ്ങനെയുള്ള ഈ സാധുക്കളായ ഈ സ്ഥാപനത്തിലെ മക്കളുടെ ദുആയിൽ പ്രതീക്ഷയോടെ വന്നു ചേർന്നവർ എന്തെല്ലാം ആവശ്യങ്ങളാണോ ഇവിടെ വായിക്കപ്പെട്ടത്, ഏതെല്ലാം നിയാത്തുകളാണോ പറയപ്പെട്ടത്, അതൊന്നുപോലും നഷ്ടപ്പെടാതെ നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ, ആവശ്യങ്ങളെ നിറവേറ്റണേ അല്ലാ. പടച്ചവനെ, ക്യാൻസറിന്റെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുൾപ്പെടെ ഏതെല്ലാം രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെല്ലാം ഈ മജ്‌ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, അവിടെ മുഴുവൻ വസിയത്തുകളെയും കബൂൽ ചെയ്യണം അല്ലാ. നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, രോഗങ്ങൾ മാറാൻ, വിഷമതകൾ മാറാൻ നിയ്യത്ത് ചെയ്തവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണം അല്ലാ. ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ലാ. ശാരീരിക മാനസികമായ അസ്വസ്ഥതകൾ മാറ്റണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഗുരുനാഥന്മാർ, ഉസ്താദ്മാർ, വേണ്ടപ്പെട്ട ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തോ, അവരേതെല്ലാം പള്ളികളുടെ പറമ്പുകളിൽ വിശ്രമം കൊള്ളുന്നു, ആ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ജന്നത്തുൽ ഫിർദൗസിന്റെ അയൽക്കാരിൽ പെടുത്തണേ അല്ലാ. നാളെ പാരത്രിക ലോകത്തെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈ മജ്‌ലിസിൽ വായിക്കപ്പെട്ട ഓരോ ആവശ്യങ്ങൾ, മക്കളുടെ പഠനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, വൈവാഹിക ജീവിതത്തിന്റെ എളുപ്പത്തിന് വേണ്ടി, ഭാര്യ സന്താനങ്ങളുടെ സന്തോഷ ജീവിതത്തിന് വേണ്ടി, സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി, കടബാധ്യതകൾ മാറിക്കിട്ടാൻ, ഉപജീവന മാർഗത്തിൽ ബറക്കത്തുണ്ടാകാൻ, ബിസിനസ്സിൽ വളർച്ചയുണ്ടാകാൻ, അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, ഇവിടെ മുഴുവൻ നിയാത്തുകളെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ അനിവാര്യമായ ആവശ്യങ്ങളുടെ മുമ്പിൽ നിർമ്മാണങ്ങളിൽ സഹായിക്കുന്ന പലരും ഉണ്ട് റബ്ബേ. സാമഗ്രികൾ, നിർമ്മാണ സാമഗ്രികൾ തന്നവരുണ്ട് അല്ലാ. പടച്ചവനെ, വളരെ അനിവാര്യമായ പല ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ വാങ്ങാൻ സഹായിച്ചവരുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് റബ്ബേ. മാസവരിയായി മറ്റു പല രൂപത്തിൽ സഹായിക്കുന്നവരുണ്ടല്ലോ. ഇവരുടെ എല്ലാവരുടെയും നിയാത്തുകളെ കബൂലാക്കണേ അല്ലാ. ജാരിയായ സദഖകളോടൊപ്പം അതിനെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവരെ നിയാത്തുകൾക്കനുസരിച്ച് നീ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണം അല്ലാ. പടച്ചവനെ, അറിവില്ലായ്മയുടെ പേരിൽ, പൈശാചിക സ്വാധീനത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിച്ചു പോയവർ, പടച്ചവനെ, ഏതെങ്കിലും തരത്തിലുള്ള ശൈത്താനിയത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ, അവർക്കെല്ലാവർക്കും തിരിച്ചറിവ് കൊടുക്കണേ അല്ലാ. പശ്ചാത്താപം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ദീനിന്റെയും ഉമ്മത്തിന്റെയും ഇത്തരത്തിലുള്ള മർക്കസുകളുടെയും ശത്രുക്കളായ ആരെല്ലാം ഉണ്ടോ, അവർക്കെല്ലാവർക്കും വേണ്ട ഏത് കാര്യമാണോ പടച്ചവനെ, അവരെല്ലാവരെയും നിന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ, വേണ്ട എല്ലാ ഖൈറുകളെ ഞങ്ങൾക്ക് അടുപ്പിച്ചു തരണം അല്ലാ. പടച്ചവനെ, ശർറുകളെ മുഴുവനും മാറ്റി എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. ഈ ദുആഇനെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ بسبب ذنوبنا يا رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. أشرق البدر علينا فاختفت منه البدور، مثل حسنك ما رأينا قط يا وجه السرور. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലി